ശ്രീഹരീയം ദശകം 25 നരസിംഹാവതാരം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. തൂണിലാഞ്ഞടിച്ച നേരം അതിഘോര ശബ്ദമുണ്ടായി. ബ്രഹ്മദേവൻ പോലും ഒന്നു ഇളകിപ്പോയി. ഹിരണ്യകശിപുവിൻ്റെ മനസ്സിലും വാപുസിലും ഭയത്തിൻ്റെ വലിയൊരു തിരയിളകി. ക്രുദ്ധനായ അസുരനും നാലുപാടും കണ്ണോടിക്കേ തൂണിൽ നിന്നും നാരസിംഹം അവതരിച്ചു. അമ്പരന്ന അസുരൻ്റെ മുന്നിൽ വച്ചു ഭഗവാനും അത്യത്ഭുതകരമായി വളർന്നുവല്ലോ. തങ്കത്തിനു സമം ദേഹം, ഉരുട്ടിയ കണ്ണുകളും മഹാഗുഹ പോലെയുള്ള വദനവുമായി. വാളുപോലെ രസനയും ഭയങ്കര ദംഷ്ട്രങ്ങളും ഭഗവാനെ തവ രൂപം വിജയിക്കട്ടെ. ഭയങ്കര കവിളുകൾ, തടിച്ച കഴുത്തും കയ്യും പ്രഭ ചൊരിഞ്ഞിടുന്നോരാ നഖങ്ങളുമായി. മേഘഗർജനത്തിൻ സമം അട്ടഹാസമുയർത്തിയ തവ വപുസിനെ നമിച്ചിടുന്നു ഞാനും. ഇവൻ വിഷ്ണു എന്നറിഞ്ഞ അസുരനും ആഞ്ഞടിച്ചു. പിടികൂടി ഭഗവാനും കുതറിയവൻ. വാളും പരിചയുമേന്തി അവൻ വീണ്ടും ചാടി വീണു. വാതാലയേശനെ ദേവാ ആശ്ചര്യം തന്നെ. ഉമ്മറപ്പടി തന്നിലായി ഇരുന്നൊരാ ഭഗവാനും അസുരൻ്റെ മാറിടത്തെ കുത്തിപ്പിളർന്നു. വീണ്ടും വീണ്ടും രക്തപാനം ചെയ്തു നരസിംഹമൂർത്തി. ലോകം വിറയ്ക്കുന്ന വിധം അട്ടഹസിച്ചു. അസുരൻ്റെ ജഡത്തെയും വലിച്ചെറിഞ്ഞു ദേവനും. ദൈത്യന്മാരെ ആകമാനം കടിച്ചുടക്കേ. ആശ്ചര്യം ഈ ജഗത്തെല്ലാം ആകെ ഇളകി മറിഞ്ഞു. ജ്യോതിർഗോളം പോലും തെറ്റി തെറിച്ചുവല്ലോ. രക്തത്താലും മാംസത്താലും അഭിഷിക്തനായി ഹരി. കുടൽമാല അണിഞ്ഞട്ടഹാസം മുഴക്കേ. ബ്രഹ്മരുദ്ര ഇന്ദ്രാദികൾ ഭയന്നു വിറച്ചുവല്ലോ. ദൂരെ നിന്നു ഭഗവാനെ സ്തുതി തുടങ്ങി. നിർഭയനായി നരസിംഹ പാദങ്ങളിൽ വീണുവല്ലോ. നിഷ്കളങ്ക ഭക്തനായ പ്രഹ്ലാദനപ്പോൾ നിറഞ്ഞ കാരുണ്യത്തോടെ വരമരുളി ദേവനും. നെറുകയിൽ കൈകൾ വച്ചു അനുഗ്രഹിച്ചു. രൗദ്രവേഷം നടിച്ചോരാ ശുദ്ധസത്വമായ ദേവ. സീതാപനീയത്തിൻ ഭക്ത്യ പുകഴ്ത്തിയോനെ. പ്രഹ്ലാദപ്രിയനായിടും സർവവ്യാപിയാകും ദേവ. പ്രാർത്ഥിക്കുന്നു മാമരോഗനാശം വരുവാൻ. നാരായണ 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 വാതാലയേശ.